നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മലയാളി കണ്ട ഒരു കാലത്ത് നല്ല സിനിമകളൊക്കെ ചിത്രീകരിച്ചത് മലയാളി അല്ലാത്ത ഛായാഗ്രാഹകന്മാരായിരുന്നു. ഉദാഹരണത്തിന് ലോകം മുഴുവൻ പ്രശംസ പിടിച്ചു പറ്റിയ ചെമ്മീൻ മാർക്കസ് ബാഡ്ലി എന്ന് പറഞ്ഞ ക്യാമറാമാനാണല്ലോ ചിത്രീകരിച്ചത്. നെല്ല് ബാലു മഹേന്ദ്ര ക്യാമറ വർക്ക് ചെയ്ത സിനിമയായിരുന്നു. വെള്ളം ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത വെള്ളം, മെല്ലി ഇറാനിയായിരുന്നു അതിൻ്റെ ഛായാഗ്രാഹകൻ. വെള്ളത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചാൽ ഒരു കോവിലകം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി കുറച്ച് വീതം ദ്രവിച്ച് വീഴുന്ന ആ കോവിലകത്തേക്ക് ഒരു കൊച്ചു കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് കൃഷ്ണനുണ്ണി വരുന്നത്, കൃഷ്ണനുണ്ണിയായിട്ട് അഭിനയിച്ചത് നസീർ സാറായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കോവിലകത്തെ തമ്പുരാട്ടിയായിട്ട് അഭിനയിച്ചത് ശ്രീവിദ്യയാണ്. ഷീല ചെയ്തിട്ട് ഷീല മാറിയ ശേഷം ശ്രീവിദ്യയാണോ KR വിജയമാണോ, ഇവർ രണ്ടുപേരും ഉണ്ട് ആ സിനിമയിൽ. നമ്മുടെ മനസ്സിൽ നിന്ന് ആ വിഷ്വൽ മായേയില്ല. മദ്രാസിൽ സെറ്റിട്ട് കൊന്നനാട്ട് സ്വാമി സെറ്റിട്ട് വെള്ളത്തിന് വലിയ ദൗർലഭ്യമുള്ള മദ്രാസിൽ വെള്ളം കിട്ടാനില്ലാത്ത കാലത്ത് വെള്ളപ്പൊക്കം ചിത്രീകരിച്ചത് വലിയ വാർത്തയായിരുന്നു. ആ കാലത്ത് മെല്ലി ഇറാനിയായിരുന്നു വെള്ളത്തിൻ്റെ ഛായാഗ്രാഹകൻ. ഇപ്പോൾ ശരപഞ്ചരം എന്ന് പറഞ്ഞ ഹരിഹര സാറിൻ്റെ സിനിമ, അതിൻ്റെ ക്ലൈമാക്സിൽ പാറക്കെട്ട്, ഒരു വലിയ ഭീമാകാരമായൊരു പാറക്കെട്ടിലാണല്ലോ ഫൈറ്റ് നടക്കുന്നത് സത്താറും ജയനുമായിട്ട്. ഇവർ രണ്ടുപേരും കൂടി മൽപ്പിടുത്തം നടത്തുന്ന ആ ചില ഷോട്ടുകളിൽ രണ്ടുപേരും ആര് തോൽക്കും ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മസിലൊക്കെ പിടിച്ച് കൈകൾ കൊരുത്ത് അവർ ബലാബലം നോക്കുന്നതിനിടയിൽ ആ ഷോട്ട് വച്ചിരിക്കുന്നത് ലോ ആംഗിളിൽ നീല ആകാശം, ഈ അവരുടെ കൈകളുടെ ഇടയിലൂടെ ആകാശം കാണാം. അങ്ങനെയുള്ള രസകരമായ ഫ്രെയിമുകൾ വച്ച് നമ്മളെ വിസ്മയിപ്പിച്ച ഛായാഗ്രാഹകനായിരുന്നു മെല്ലി ഇറാനി. ഇന്ത്യൻ സിനിമയിലെ ആദ്യകാല ഛായാഗ്രാഹകരിൽ ഒരാളായ ആദി എം ഇറാനി അദ്ദേഹം ഒരു പാഴ്സി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആദി എം ഇറാനിയുടെ മകനാണ് മെല്ലി ഇറാനി. 1932 ആഗസ്റ്റ് 5 മെല്ലി ഇറാനി ബോംബെയിൽ ജനിച്ചു. 1962 KS സേതുമാധവൻ സംവിധാനം ചെയ്ത ജ്ഞാനസുന്ദരി എന്ന അസോസിയേറ്റ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ ഛായാഗ്രാഹകനായിട്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. പക്ഷേ ആ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആദി എം ഇറാനി മകനെ ഗൈഡ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. 27 സിനിമകൾ സേതുമാധവന് വേണ്ടി മാത്രം മെല്ലി ഇറാനി ഛായാഗ്രാഹണം നിർവഹിച്ചു. അദ്ദേഹം മൊത്തം 47 സിനിമയായിട്ടാണ് ക്യാമറ വർക്ക് ചെയ്തത്. അതിൽ 27 സിനിമയും സേതുമാധവൻ്റേതായിരുന്നു. അനുഭവങ്ങൾ, പാളിച്ചകൾ, യക്ഷി, അടിമകൾ, വാഴുവമായം, അരനാഴിക നേരം, ഒരു പെണ്ണിൻ്റെ കഥ, പണിതീരാത്ത വീട്, കടൽപ്പാലം ഒക്കെ സേതുമാധവ സാറിന് വേണ്ടി മെല്ലി ഇറാനി ഛായാഗ്രഹണം നടത്തിയ സിനിമകളായിരുന്നു. ഇപ്പോൾ 47 സിനിമ ക്യാമറ വർക്ക് ചെയ്ത ഒരു ക്യാമറാമാൻ ഒരു സംവിധായകന് വേണ്ടി മാത്രം 27 സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ സേതുമാധവ സാറും മെല്ലി ഇറാനി സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാം. വെള്ളം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ശരപഞ്ചരം, വളർത്തുമൃഗങ്ങൾ തുടങ്ങി പിന്നീട് ഏറ്റവും കൂടുതൽ സിനിമകൾ അദ്ദേഹം വർക്ക് ചെയ്തത് ഹരിഹര സാറിനോടൊപ്പമായിരുന്നു. വാഴുവമായത്തിലെ സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്നുള്ള പാട്ടിൽ സത്യമാഷും ഷീലാമയും കൂടി ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ നിൽക്കുന്ന അതിൻ്റെ പുറകിലൊരു അലമാരയുണ്ട്. ആ അലമാരയുടെ മുകളിൽ ഷീലാമ ഡാൻസ് കളിക്കുന്നവണ്ണം കാണാൻ മെല്ലി ഇറാനി ചിത്രീകരിച്ച അക്കാലത്തെ രസകരമായ, ഇപ്പോഴും ആ പാട്ട് കാണുമ്പോൾ നമുക്ക് ഷീലാമ അലമാരയുടെ മേളിൽ ഡാൻസ് കളിക്കുന്ന ഒരു പാവ പോലെ ഇതാ ഇത്രയേ ഉള്ളൂ കളിക്കുന്നത് ഭയങ്കര രസകരമായി അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു. സത്യമാഷ് നായകനായ കരകാണാ കടലിൻ്റെ ചിത്രീകരണത്തിന് 1971 കറുപ്പും വെളുപ്പും ചിത്രീകരണത്തിന് മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡും ഇറാനി സാർ നേടി. മദ്രാസിലൊരു സഹസംവിധായകനുണ്ട്, ശരചന്ദ്രൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്.
കോളിളക്കത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ഭദ്രൻ മാട്ടയിൽ പഴയ ഭദ്രേട്ടൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. മെല്ലി ഇറാനി സാറാണ് ക്യാമറമാൻ. അത്യാവശ്യമായി ഭദ്രൻ എവിടേക്കോ പോകണം. അപ്പോൾ ഇൻസർട്ട് ചെയ്യാനുള്ള ചില ഷോട്ടുകൾ എടുക്കാൻ ശരത്ചന്ദ്രനെ ഏർപ്പാട് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. ഷോട്ട് എടുക്കുമ്പോൾ മെല്ലി ഇറാനിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയാൻ ശരത്ചന്ദ്രനൊരു ചമ്മൽ. അപ്പോൾ ശരത്ത് സ്റ്റാർട്ട് പറഞ്ഞാൽ മാത്രമേ ഞാൻ ക്യാമറ ഓണാക്കൂ എന്ന് മെല്ലി സാർ. ഒടുവിൽ ശരത്ചന്ദ്രൻ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു. പക്ഷേ കട്ട് പറയാൻ മറന്നു. അപ്പോൾ മെല്ലി സാർ പറഞ്ഞു, ഒന്നുകൂടി എടുക്കാം, ഇത്തവണ സ്റ്റാർട്ടും കട്ടും പറയണം എന്ന് ഒരു ഉപദേശവും നൽകി. പ്രായവ്യത്യാസത്തിൻ്റെ അന്തരം ഓർക്കാതെ എല്ലാവരോടും നന്നായി ഇടപഴകിയ നല്ല ഛായാഗ്രാഹകന്മാരിൽ ഒരാളായിരുന്നു മെല്ലി ഇറാനി സാർ. 94 വയസ്സിൽ 2 ദിവസം മുമ്പ് വിട പറയുമ്പോൾ സിനിമയുടെ ഒരു യുഗം അവസാനിക്കുകയായിരുന്നു എന്ന് പറയാം. നോട്ടബിളായ 47 സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടും 94 വയസ്സ് വരെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടും ഒരു JC ഡാനിയൽ പുരസ്കാരം പോലും ഈ ക്യാമറമാനെ തേടി ചെന്നിട്ടേയില്ല. പക്ഷേ കാലാതിവർത്തിയായ നോട്ടബിളായ കുറേ മലയാള സിനിമകൾ, ഇപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുമ്പോൾ നമ്മളെന്നും ഓർക്കും. വാഴയുമായും നമ്മൾ ഓർക്കും, കരകാണാക്കടൽ നമ്മൾ ഓർക്കും, ശരപഞ്ചരം നമ്മൾ ഓർക്കും. അങ്ങനെയുള്ള കുറേ മൈൽ സ്റ്റോണുകളായ സിനിമകൾ നൽകിയിട്ട് 94 വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു. ആ പ്രശസ്തനായ, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആ വലിയ ഛായാഗ്രാഹകന് ആത്മാഞ്ജലി നേരാം. നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. സംഭവ ബഹുലമായ ഒരുപാട് കഥകൾ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ സിനിമാക്കാരില്ലാതെ എന്താഘോഷം. ഒരുപാട് തിരഞ്ഞെടുപ്പ് കഥകൾ ഈ ആഴ്ച നടന്നു. പണ്ട് ഒരു വേന്ദ്രൻ കൂട്ടുകാരനോട് ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ ചോറ് എനിക്കിതാ കഴിക്കാൻ, നിനക്ക് ഞാൻ വിശക്കാതിരിക്കാനുള്ള ഗുളിക തരാം എന്നൊരു വേന്ദ്രൻ പറഞ്ഞു എന്ന് പറയാറുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന രമേഷ് പിഷാരടി വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി കേട്ടപ്പോൾ എന്താ പറയുക, വിശക്കാതിരിക്കാൻ ഗുളിക കൊടുക്കാം എന്നേറ്റ വേന്ദ്രനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം തന്നെ പറഞ്ഞ മണ്ടത്തരം പറയാം. ആദ്യം കഴിഞ്ഞ കാലത്തെ MLA ഇവിടെ ചെയ്തതെല്ലാം അതിൻ്റെ തുടർച്ചയാകും ഞാൻ ചെയ്യുന്നത് എന്നാണ് പിഷാരടി ആദ്യം വെച്ച് കാച്ചിയത്. ഷാഫി പറമ്പിൽ ചെയ്ത നല്ല കാര്യത്തിനും ഇവിടെ തുടർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ തൊട്ട് മുമ്പുള്ള MLAയും ഷാഫി പറമ്പിലും കൂടി ചക്കയും ഈച്ചയും പോലെ ചേർന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ മലയാളി മറക്കാറായോ പിഷാരടി? അത്രയ്ക്കങ്ങ് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പിഷാരടിയോട് പറയാനുള്ളത്. പിന്നെ ഈ ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ച മാങ്കൂട്ടത്തിന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്തതെല്ലാം ശക്തമായി തുടരുമെന്നാണ് പറയണ്ടേ. പിന്നെ പിഷാരടി പറയുന്ന ഒരു ഓഫറുണ്ട്, ഞാൻ പാലക്കാട്ട് ജയിച്ച് MLA ആയാൽ മമ്മൂട്ടിയെ, സാക്ഷാൽ മമ്മൂട്ടിയെ പാലക്കാട്ട് എത്തിക്കും എന്ന ഉറപ്പാണ് വോട്ടർമാർക്ക് കൊടുക്കുന്നത്. ഇന്നുവരാരും കൊടുത്തിട്ടില്ല. ഞാൻ ജയിച്ചാൽ ഒരു സിനിമാ നടനെ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് ആരും പറയില്ല, ഇല്ലേ? കൊച്ചു പിള്ളേരോട് പറയും പോലെ എന്നെ ജയിപ്പിക്കും, എല്ലാവർക്കും മമ്മൂട്ടിയെ പാലക്കാട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന്. മൃഗയ അടക്കം ഒരുപാട് സിനിമകൾക്ക് മമ്മൂട്ടി പാലക്കാട്ട് ചെന്നിട്ടുണ്ട്. OV വിജയൻ്റെ നാട്ടിലും വീട്ടിലും മമ്മൂട്ടി പോയിട്ടുണ്ട്. ഇനി ആകെപ്പാടെ മമ്മൂട്ടി പോകാത്തത് പാലക്കാട് രഥോത്സവം നടക്കുമ്പോൾ, കൽപ്പാത്തി രഥോത്സവം നടക്കുമ്പോൾ മമ്മൂട്ടി പോയിട്ടില്ല. അതിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഗുമ്മുണ്ടാകുമായിരുന്നു. ഞാൻ മമ്മൂട്ടിയെ പാലക്കാട് രഥോത്സവത്തിന് രഥം വലിക്കാൻ കൊണ്ടുവരാം
എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഗുമ്മ ഉണ്ടായേനെ. മമ്മൂട്ടി പിഷാരടിയെ അനുഗ്രഹിച്ച് വിടുന്ന ഒരു പടം പുതിയ ഇതിലെല്ലാം സൈറ്റിലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷക്കാർ കൊണ്ട് നടന്ന ആസിഫ് അലി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പിഷാരടിക്ക് വാക്കും കൊടുത്തു എന്നും കണ്ടു. മോഹൻലാലും അനുഗ്രഹിക്കുന്ന കണ്ടു. മൊത്തത്തിൽ സിനിമാക്കാരുടെ അകമഴിഞ്ഞ പിന്തുണ പിഷാരടിക്കുണ്ട്. അത് അയാളുടെ ഒരു പെരുമാറ്റം കൊണ്ടാണ്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം കൊണ്ടു നടക്കുന്ന ആളാണ് പിഷാരടി. സുരേഷ് ഗോപിയുടെ അനുഗ്രഹം കൂടി മേടിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാം. അതുമാത്രം കണ്ടില്ല. എന്തായാലും സീറ്റ് ചർച്ച എങ്ങും എത്താതെയും കെ സുധാകരൻ ഫ്ലാറ്റിൽ കുടുങ്ങിയതും എല്ലാം കൂടി ഒരു ശ്മശാന മൂകത ഉണ്ടായിരുന്ന സമയത്ത് പിഷാരടിയുടെ ഇളക്കി മറിച്ചുള്ള വരവ് ഒരു ഓളമുണ്ടാക്കി എന്നുള്ളത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല. ആ ബോൾഗാട്ടി ധർമ്മജൻ, രമേശ് പിഷാരടിയുടെ ഏറ്റവും അടുത്ത മനസാക്ഷിയാണല്ലോ ധർമ്മജൻ കൂടി പാലക്കാട് എത്തുമ്പോഴേക്കും സംഗതി കൊഴുക്കും. LDF സ്ഥാനാർത്ഥിയെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് ഞാനും ശോഭ ചേച്ചിയും തമ്മിലാണ് മത്സരമെന്ന് പിഷാരടി പ്രഖ്യാപിക്കുകയും ചെയ്തു. LDFിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഒരു ചൂക്കും ചെയ്യില്ല, ഞാനും ശോഭ ചേച്ചിയും കൂടെ ആണ് മത്സരിക്കുന്നത്, ഞങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് പിഷാരടി പറയുന്നത്. പുതിയ പടത്തിൻ്റെ തിരക്കിലാവും ആൻഡോ ജോസഫ്. ഇല്ലേൽ പണം കൈകാര്യം ചെയ്യാനായി ആൻഡോ ജോസഫ് വന്നേനെ. വേണമെങ്കിൽ പിഷാരടിക്ക് ഒരാളെ ഞാൻ പറഞ്ഞുതരാം, സജി നന്ദിയാട്ടനെ വിളിക്ക്. കക്ഷി ചുമ്മാ ഇരിക്കുക, അദ്ദേഹത്തെയും കൂടി പാലക്കാട്ട് ഇറക്കിയാൽ ഒരു ഗുമ്മ് കൂടും. ഇതാണ് എനിക്ക് രമേശ് പിഷാരടിയോട് പറയാനുള്ളത്. അംഗത്തിന് പോണവരോട് പറയും പോലെ ജയിച്ചു വാ പിഷാരടി, ഇത്രേ പറയാനുള്ളൂ. അടുത്ത കഥ, അപൂർവമായൊരു ഭാഗ്യത്തിന് അല്ലെങ്കിൽ റെക്കോർഡിന് ഉടമയാകും മോഹൻലാലും പ്രിയദർശനും. പൂച്ചക്കൊരു മൂക്കത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായ ആളാണല്ലോ പ്രിയൻ. അതിലെ നായകന്മാരിൽ ഒരാൾ മോഹൻലാലാണ്. അവിടുന്ന് പ്രിയൻ അങ്ങ് വളർന്നു. തമിഴ്, ഹിന്ദി ഭാഷകളിലും ഹിറ്റ് മേക്കറായി മാറി. അതും ഭൂരിപക്ഷം സിനിമകളിലെയും തിരക്കഥ എഴുതിക്കൊണ്ട്. പൂച്ചക്കൊരു മൂക്കുത്തി 1984 റിലീസാകുന്നത്. തലേവർഷം 1983 പ്രിയദർശൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ കുയിലിനെ തേടി റിലീസായി. വലിയ വിജയം നേടിയ സിനിമയായിരുന്നു അരോമണി M. മണി സംവിധാനം ചെയ്ത കുയിലിനെ തേടി. പാട്ടുകൾ കൊണ്ടും രോഹിണിയും മാസ്റ്റർ രഘുവും നായകന്മാരെ അഭിനയിച്ച മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു. പക്ഷെ മെഗാ ഹിറ്റായ സിനിമയായിരുന്നു. 42 വർഷം കൊണ്ട് പ്രിയൻ 3-4 ഭാഷകളിലായി 99 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് കഴിഞ്ഞു. അതിൽ ഭൂരിപക്ഷവും മോഹൻലാൽ നായകനായ മലയാള സിനിമകളുമായിരുന്നു. തീർച്ചയായും ഒരു റെക്കോർഡാണിത്. 83ഓളം സിനിമകൾ പ്രേം നസീറിനെ നായകനാക്കി സംവിധാനം ചെയ്ത ശശികുമാർ എന്ന സംവിധായകൻ നമ്മുടെ മലയാള സിനിമയിലുണ്ടായിരുന്നു. എന്നാൽ പ്രിയൻ തുടക്കമിട്ട സിനിമയിലും 100ാം സിനിമയിലും സുഹൃത്തായ മോഹൻലാൽ തന്നെ അഭിനയിക്കുന്നു എന്നതൊരു റെക്കോർഡ് തന്നെയാണ്. മെഗാ ഹിറ്റായ സിനിമകളും പൊളിഞ്ഞു പാളിസായ സിനിമകളും പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി ചെയ്തിട്ടുണ്ട്. ആ പട്ടികയിൽ അത് ഉണ്ട്. നല്ല പരാജയപ്പെട്ട സിനിമകളുമുണ്ട്. എന്നാലും നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നല്ല ഇഴയെടുപ്പമാണ്. പ്രിയൻ എന്ന സംവിധായകന്, തിരക്കഥാകാരന് പറ്റിയ അഭിനേതാവ് ലാൽ തന്നെയാണ്. അദ്ദേഹം സൂപ്പർ താരവുമാണ്. നേരെ മറിച്ച് ഒരു 2ാം നിര 3ാം നിര നായകനായിരുന്നു മോഹൻലാലെങ്കിൽ താങ്കൾ ഇത്രയും സിനിമകളിൽ മോഹൻലാലിനെ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. താങ്കൾ മണിയമ്പിള്ള രാജുവിനെ നായകനാക്കി തീം ധരിക്കയുടെ തോമെടുത്തു. വിനീതിനെ നായകനാക്കി ഒരു മുത്തശ്ശി കഥ ചെയ്തു. ദിലീപിനെ വച്ച് വെട്ടം ചെയ്തു. ജയസൂര്യ നായകനാക്കി ആമയും മയിലും ചെയ്തു. എന്തിനധികം മമ്മൂട്ടിയെ വെച്ച് രാക്കുലിൻ, രാജസദസ്, മേഘം എന്നീ സിനിമകളും താങ്കൾ ചെയ്തു. പക്ഷേ ഈ ചിത്രങ്ങൾക്കൊന്നും താളവട്ടവും ചിത്രവും തേന്മാവും കുമ്പത്തും നേടിയ ചരിത്ര വിജയം നേടാനാകാത്തത്
ഈ പറഞ്ഞ നടന്മാർ മോശക്കാരായിട്ട് ആയതുകൊണ്ടല്ല. ആ സിനിമകളൊന്നും മോശവുമല്ല. പക്ഷേ പ്രിയദർശൻ സ്റ്റൈൽ സിനിമ എന്നാൽ മോഹൻലാലിന് പറ്റിയ സിനിമകളാണ് എന്നുള്ളതാണ് സത്യം. 100ാം സിനിമ, മോഹൻലാലും ഞാനും കൂടി ചെയ്യുന്ന 100ാമത്തെ സിനിമ ചരിത്ര പടമല്ല, ചിരിക്കുന്ന പടമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്, പ്രിയദർശൻ പറയുന്നത്. ആ വർത്തമാനമൊക്കെ കളഞ്ഞ് ചിരിപ്പിച്ച് ഒരു ബെമ്പർ ഹിറ്റ് ഉണ്ടാക്കൂ. അതാണ് പ്രേക്ഷകർ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും എന്താ പറയുക ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ 100ാമത്തെ സിനിമ ഞാൻ മസിൽ പിടിക്കുന്ന ഒരു സിനിമയായിരിക്കും, മോഹൻലാൽ മസിൽ പിടിച്ച് സ്ക്രീനിൽ നിൽക്കുന്ന സിനിമയായിരിക്കും, സീരിയസ് ആയിരിക്കും, അങ്ങനെയൊന്നും പറയരുത്. കാഞ്ചീപുരം പോലെയുള്ളൊരു സിനിമയൊന്നും കയറി ചെയ്ത് കളയരുത്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കാൻ വേണ്ടിയാണ് തിയേറ്ററിൽ വരുന്നത്. അത്തരത്തിലൊരു സിനിമ തന്നെ 100ാമത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കഥ രാമു കാര്യാട്ടും കഥാപ്രസംഗ കാഥികൻ സാംബശിവൻ സാറും അടക്കം രാഷ്ട്രീയത്തിൽ കൈവച്ച കലാകാരന്മാർ പലരുണ്ട്. നാട്ടികയിൽ നിന്ന് കാര്യാട്ട് ജയിച്ചെങ്കിലും സത്യപ്രതിജ്ഞ പോലും നടക്കാതെ ആ തെരഞ്ഞെടുപ്പ് പാളിപ്പോയി. അത് കഴിഞ്ഞ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം സീറ്റ് ചോദിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കാതിരിക്കുകയും അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. വി സാംബശിവനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അദ്ദേഹം ജനകീയ കാഥികനായിട്ടും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല. കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ഒരു കാലത്ത് ഇടതുപക്ഷക്കാർ കൂടെ കൂട്ടിയിരുന്നു. സാംബശിവനെ പോലുള്ളവർ പറഞ്ഞ കഥാപ്രസംഗങ്ങളും KPSC പ്രതിഭ പോലുള്ള നാടക സമിതികൾ കളിച്ച നാടകങ്ങളും KS ജോർജും KPSC സുലോചനയും മേദിനി ടീച്ചറും അടക്കം പാടിയ ഗാനങ്ങളും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവയാണ്. ചുവപ്പന്മാർക്ക് വേരോട്ടമുണ്ടാക്കുവാൻ ഇതൊക്കെ ഒരുപാട് സഹായിച്ചിരുന്നു അക്കാലത്ത്. കേശവദേവും തകഴിയും പൊൻകുന്നം വർക്കിയും തോപ്പിൽ ഭാസിയുമൊക്കെ എഴുതിയതും കമ്മ്യൂണിസത്തിന് വളരാൻ എന്താ പറയുക നല്ല വളക്കൂറുണ്ടാക്കി കൊടുത്തതാണ്. കാലം മാറി. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചില അവസരവാദികളെയും അധികാരമോഹികളെയും കലാകാരന്മാരായും സാഹിത്യകാരന്മാരായും സിനിമാക്കാരായും കൂടെ കൂട്ടി. അവരിൽ പലരും അതുകൊണ്ടാണ് അകാലത്തിൽ കരിഞ്ഞുപോയത്. വന്ന് പിണറായിയെ സുഖിപ്പിച്ച് വല്ലതുമൊക്കെ തടയാനോ സർക്കാരിൻ്റെ പുറംപോക്ക് കുന്നുകൾ 10-200 ഏക്കർ സ്വന്തമാക്കാനോ ഏതെങ്കിലും ബോർഡിലോ കോർപ്പറേഷനിലോ കയറിപ്പറ്റാനോ ഒക്കെ ചുവപ്പണിയുന്ന കള്ള നാണയങ്ങളാണ് ഇപ്പോഴുള്ളത്. പാർട്ടിക്കാർ എന്ന ലേബൽ വച്ച് ഇവരിങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയാണ് നടക്കുന്നതെന്ന് വാസ്തവത്തിൽ പിണറായിക്ക് മാത്രം അറിയില്ല. പാർട്ടിയുടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റും. പാർട്ടിക്കാർ കൂടെ നടക്കാൻ പാടില്ല. പാർട്ടിക്കാരനായി എന്നെ കാണാനും പാടില്ല. ഞാൻ നിങ്ങളെ എല്ലാ ആനുകൂല്യം പറ്റും, നിങ്ങളെ ആളെന്ന് പറയുകയും ചെയ്യും. പക്ഷേ എന്നെ ഒരു പാർട്ടിക്കാരനെന്ന് പറയരുത്. ഇതിനെയൊക്കെയാണ് അവസരവാദം എന്ന് വിളിക്കേണ്ടത്. പക്ഷെ ആരും വിളിക്കുന്നില്ല. കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ 2 MLA-മാരുണ്ടായിരുന്നു സിനിമാ രംഗത്ത് നിന്ന്. നമ്മുടെ KB ഗണേഷ് കുമാറും മുകേഷും. ഗണേശൻ മന്ത്രിയുമായി. ഇത്തവണ പല സിനിമാക്കാരും മത്സരിക്കാൻ ഉടുപ്പുകൾ തുന്നിവെച്ചു. എന്തുകൊണ്ടോ അതൊന്നും ഇടാൻ കഴിഞ്ഞില്ല. മുകേഷിന് കയ്യിലിരിപ്പ് കൊണ്ട് സീറ്റ് കൊടുക്കില്ല എന്ന് ആർക്കറിയില്ലായിരുന്നുവെങ്കിലും മുകേഷിന് നന്നായിട്ട് അറിയാമായിരുന്നു ഇത്തവണ എനിക്ക് സീറ്റ് കിട്ടില്ല. ഇത്തവണയും പത്തനാപുരത്ത് ഗണേശൻ മത്സരിക്കുന്നു. ഉറപ്പായും ജയിക്കും. LDF വരികയാണെങ്കിൽ ഗണേശൻ മന്ത്രിയാവും. മിടുമിടുക്കനായ മന്ത്രിയല്ലേ, വേറെ എന്ത് കൊള്ളരുതായ്മ പറഞ്ഞാലും മിടുമിടുക്കനായ മന്ത്രിയാണ് അദ്ദേഹം. പിന്നെ ഇത്തവണ മത്സരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കുന്നു. CPI കാരനായി അരിവാൾ നിൽക്കതിരിൽ. പിഷാരടി പാലക്കാട്ട് കൈപ്പത്തിക്കാരനായി മമ്മൂട്ടിയുടെ അനുഗ്രഹ ആശിസ്സുകളോടെ മത്സരിക്കുന്നു. അത് നന്നായി എന്ന് ഞാൻ പറയും. ധർമ്മജനെ ഒഴിവാക്കിയതാണോ ധർമ്മജൻ ഒഴിവായതാണോ എന്നറിയില്ല. ഇതിനിടയിൽ ഇരിക്കാത്തൊരു
സിനിമാക്കാരൻ സ്ഥാനാർത്ഥിയാവുന്നു തിരുവനന്തപുരത്ത്, സുധീർ കരമന. സ്കൂൾ പ്രിൻസിപ്പൽ ഒക്കെ ആയിരുന്ന സുധീർ സംസാരിക്കുന്നതിലൊക്കെ ഒരു പുരോഗമനപരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരം പോലുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സുധീർ പോലും കരുതിയിരിക്കാനിടയില്ല. കുറച്ചു കാലം മന്ത്രിയായിരുന്ന ആൻ്റണി രാജു മത്സരിച്ച് ജയിച്ച നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഇവിടെ സീരിയലിലൂടെ പ്രശസ്തനായ കൃഷ്ണകുമാർ താമര ചിഹ്നത്തിലും നല്ല മത്സരം കാഴ്ചവെച്ച സീറ്റുമാണ്. നല്ല തീപാറുന്ന മത്സരം അവിടെ ഉണ്ടാക്കാം. സുധീർ കരമന അതിന് വരുന്ന വരവ് ആ തീപാറുന്ന മത്സരത്തിനാണ് എന്ന് പറയാം. അതാണ് സൂചിപ്പിക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണനിലും സുധീർ കരമനയിലും ഇത്തവണത്തെ നിയമസഭാ സീറ്റിൽ സാഹിത്യ കലാകാരന്മാരെ ഇടതുപക്ഷം ഒതുക്കി. അക്കാഡമി സ്ഥാനം പോയതിനാൽ കോൺഗ്രസിലോട്ട് ചാടിയ പ്രേംകുമാർ കാട്ടാക്കടയിൽ കൈപ്പത്തിക്കാരനാകും എന്നൊക്കെ വാർത്ത വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് കാട്ടാക്കടയിലേക്ക് കൈ കൊടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ക്ലച്ച് പിടിച്ചില്ല. പ്രേമൻ എവിടെയോ പോയി. ഇപ്പോൾ ആരും പ്രേമനെ പറ്റി പറയുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും തമിഴ് സിനിമാ ഗാനരംഗത്ത് വൈരമുത്തു ശ്രദ്ധേയനായ രചയിതാവാണ്. കണ്ണദാസന് ശേഷം എന്ന് പറഞ്ഞാലും കുറവല്ല. കവിതാരചനയിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ശ്രദ്ധേയനായ പ്രഭാഷണങ്ങൾക്കും മിടുമിടുക്കനാണ് അദ്ദേഹം. കവിത രചന, ഗാനരചന, നോവൽ, ചെറുകഥകൾ, യാത്രാവിവരണം, പരിഭാഷകൾ, തിരക്കഥകൾ, സംഭാഷണ രചന ഒക്കെ വഴങ്ങിയ എഴുത്തുകാരനുമാണ് വൈരമുത്തു. 50 വർഷത്തിലധികമായി അദ്ദേഹത്തിൻ്റെ രചനാകാലം. 8000 പാട്ടുകൾ തന്നെ, സിനിമാ പാട്ടുകൾ തന്നെ അദ്ദേഹം എഴുതി. 6 സംസ്ഥാന പുരസ്കാരങ്ങളും 7 തവണ ദേശീയ അവാർഡുകളും നേടി. കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ വൈരമുത്തു നേടി. 1953 ജൂലൈ 13 തേനി ജില്ലയിലെ മേട്ടൂരിൽ അദ്ദേഹം ജനിച്ചത്. 1957 വൈഗ അണക്കെട്ട് പൊട്ടി. ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലായി. അങ്ങനെ വടുകപ്പട്ടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം പറിച്ചു നട്ടു. 60കളിൽ അദ്ദേഹം ദ്രാവിഡ പ്രസ്ഥാനത്തിൽ ആകർഷനായി. പെരിയോർ, കണ്ണദാസൻ, അണ്ണാദുരൈ, കരുണാനിധി, സുബ്രഹ്മണ്യ ഭാരതിയാർ, ഭാരതിദാസൻ തുടങ്ങിയ പ്രമുഖരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 10ാം വയസ്സിൽ അദ്ദേഹം കവിത എഴുതി തുടങ്ങി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ആദ്യ കവിതാ സമാഹാരം വൈഗരൈ മേഘങ്ങൾ പാഠപുസ്തകമായി. വൈരമുത്തുവിൻ്റെ കവിതകൾ വായിച്ച് അതിൽ ആകർഷനായ സംവിധായകൻ ഭാരതിരാജ തൻ്റെ നിഴലുകൾ എന്ന സിനിമയിൽ പാട്ടെഴുതാൻ അവസരം കൊടുത്തു. ഇളയരാജയായിരുന്നു സംഗീതം. SP ബാലസുബ്രഹ്മണ്യമാണ് പാടിയത്. എനിക്ക് പാടാനറിയില്ല. നല്ല രസകരമായ പാട്ടുകളാണ് നിഴലുകൾ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആദ്യമായിട്ട് പാട്ടെഴുതിയ പടത്തിലെ പാട്ടുകൾ. നല്ല രസമുള്ള പാട്ടുകളാണ്. അലൈകൾ ഓയ്വതില്ലേ എന്ന ഭാരതിരാജ ചിത്രത്തിലെ പാട്ടുകൾ ആദ്യത്തെ സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. കാതലോബിയം, പുതുമൈപ്പൺ, മൺവാസനെ, ഒരു കൈദീൻ ഡയറി, മുതൽ മര്യാദ എന്നിവയിലൂടെ അദ്ദേഹം ദേശീയ അവാർഡ് ഗാനരചനയ്ക്ക് നേടി. AR റഹ്മാൻ്റെ പ്രശസ്ത ഗാനങ്ങളുള്ള റോജയ്ക്ക് വേണ്ടി നമുക്കറിയാമല്ലോ, ചിന്ന ചിന്ന ആശയ് എന്നുള്ള പാട്ട് മിൻമിനി പാടി അനശ്വരമാക്കിയ പാട്ട്. വൈരമുത്തുവിന് ഈ പാട്ട് ചിന്ന ചിന്ന ആശയ് എന്നുള്ള പാട്ട് 2ാമത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്തു. വൈരമുത്തുവിന് ലഭിച്ച 7 ദേശീയ പുരസ്കാരങ്ങളിൽ 4ഉം റഹ്മാൻ സംഗീതം നൽകിയവയായിരുന്നു. റഹ്മാനിൽ ലഭിച്ച 6 ദേശീയ പുരസ്കാരങ്ങളിൽ 4ഉം എഴുതിയത് വൈരമുത്തുവായിരുന്നു. ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയാം. മിൻസാര കനവ്, കന്നത്തിൽ മുത്തമിട്ടാൽ, ജെന്റിൽമാൻ, കാതലൻ, ഇന്ത്യൻ, ജീൻസ്, മുതൽവൻ, ശിവജി, എന്തിരൻ, കിഴക്ക് സീമയിലെ, കറുത്തമ്മ, മുത്തു, പടയപ്പ, കണ്ടുകൊണ്ടൻ തുടങ്ങിയ
സിനിമകളിലെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ വൈരമുത്തു രചിച്ചതായിരുന്നു. ഇപ്പോൾ വൈരമുത്തുവിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഓർത്തത് ഈ വർഷത്തെ ജ്ഞാനപീഠം പുരസ്കാരം വൈരമുത്തുവിനായിരുന്നു. അതോടെ തമിഴ്നാട്ടിലാകെ ഒരു വിവാദം പൊന്തി വന്നു. 2018 ഗായിക ചിന്മയി വൈരമുത്തുവിനെതിരെ ലൈംഗിക ആരോപണം പരസ്യമായി പറഞ്ഞിരുന്നു. സ്വിറ്റ്സർലൻഡിൽ വച്ച് വൈരമുത്തു മുറിയിലേക്ക് ക്ഷണിച്ചതാണ് ആരോപണം. പിന്നാലെ പല സ്ത്രീകളും ഇതേ ആരോപണങ്ങളും കൊണ്ട് രംഗത്തെത്തി. പ്രശസ്തർക്ക് എതിരെ അപവാദം പ്രചരിപ്പിക്കുന്നത് രാജ്യത്ത് ഇന്നൊരു പുതിയ സംസ്കാരമാണെന്ന് വൈരമുത്തു തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പോൾ ജ്ഞാനപീഠം പെണ്ണുപിടിയന് കൊടുക്കരുത് എന്നാണ് പ്രതിഷേധിക്കുന്നവർ പറയുന്നത്. എന്താവും എന്നറിയില്ല. കവിത എഴുതാൻ പോകുന്നവരും തിരക്കഥ എഴുതാൻ പോകുന്നവരും നോവൽ എഴുതാൻ പോകുന്നവരൊക്കെ ജാഗ്രത എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ട്രോള് കണ്ട് ഞാൻ പൊട്ടി ചിരിച്ചുപോയി. ആദ്യം സത്യമാണെന്ന് വിചാരിച്ചു, പിന്നെയാണ് അത് ട്രോളെന്ന് മനസ്സിലായത്. എന്നെ ചതിച്ചതാ മോഹൻലാലും മമ്മൂട്ടിയും. കാരണം എൻ്റെ പ്രചരണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ പേര് ഇലക്ഷൻ ലിസ്റ്റിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഇതിനെതിരെ ഞാനും എൻ്റെ മുതലാളിയും ആഞ്ഞടിക്കും എന്നാണ് ട്രോള്. അപ്പോൾ ഫേസ്ബുക്കിൽ അത് കണ്ടപ്പോൾ സത്യത്തിൽ ഒരു നടി പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചു. മുതലാളിയും ഞാനും കൂടെ ആഞ്ഞടിക്കും. അതുപോലെ വേറൊരു ബൈറ്റ് കണ്ടു. ജൻ ഔഷധിയിൽ നിന്നും, അറിയാമല്ലോ പ്രധാനമന്ത്രിയുടെ ഇതാണല്ലോ ജൻ ഔഷധി, വില കുറച്ച് മരുന്നുകൾ കിട്ടുന്ന, കുറച്ച് മരുന്നേ ഉള്ളെങ്കിലും നല്ല വില കുറച്ച് കിട്ടുന്നതാണ്. സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്താൽ ആ സാനിറ്ററി നാപ്കിന് 10 രൂപയെ ആ കടക്കാരൻ വാങ്ങിച്ചുള്ളൂ. ഇന്നത്തെ കാലത്ത് 10 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കിട്ടില്ല. ഞാനത് ഓർത്തപ്പോൾ അവിടെ നിന്ന് തേങ്ങി കരഞ്ഞു എന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റാതെ പോയ നടി പറയുന്നത്. അപ്പോൾ ഇത് ചോദിച്ച ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യം ചോദിച്ച ആൾ അടുത്ത ചോദിച്ച ചോദ്യം, തിരക്കായാൽ വീട്ടുകാരിയൊക്കെ എങ്ങനെ ആവും എന്ന് കേട്ടു. കാരണം MLA ആവാൻ പോവുകയല്ലേ, MLA ആയാൽ വീട്ടുകാരിയൊക്കെ എന്താവും എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ വേറെ ആളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം പോച്ച്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും ഇല്ലാത്തതിനാൽ നമ്മുടെ 2 സീരിയൽ നടികളുടെ MLA മോഹം നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ കരിഞ്ഞു വീണു. കണക്കിൽപ്പെട്ടതും കണക്കിൽപ്പെടാത്തതുമായ കാശ് വന്ന് കുമിയുമ്പോൾ ചില മുതലാളിമാർക്ക് ക്രിമിയടിയുടെ അസുഖം കൂടും. പിന്നെ രാജ്യസഭ MP ആകാൻ ഒരു 50 ലക്ഷം മുടക്കും. നിയമസഭയിൽ മത്സരിച്ച് MLA ആകാൻ വീണ്ടും വേണമെങ്കിൽ ഒരു 50 ലക്ഷം മുടക്കും. അതിലൂടെ മന്ത്രിയായാൽ എന്താവും ഗതി എന്ന് സ്വപ്നം കണ്ട് ഈ പണം പുല്ലുപോലെ വാരിയിറക്കും. അതിലും വലിയ അതുക്കും മേലെ സ്വപ്നമുണ്ടെങ്കിൽ സ്വന്തമായൊരു പാർട്ടി തുടങ്ങും. ഇപ്പോൾ വലിയ മുതലാളിമാരാകുമ്പോൾ ഈ CSR ഫണ്ട് യഥേഷ്ടം ഉള്ളതിനാൽ യൂസഫ് അലി ബായിയെ പോലുള്ള ലുലുവിൻ്റെ യൂസഫ് അലി ബായിയെ പോലുള്ളവർ മണ്ടന്മാരായതുകൊണ്ടായിരിക്കാം 16 കോടി 20 കോടിയൊക്കെ മുടക്കി അനാഥ മന്ദിരം കെട്ടിക്കൊടുക്കാനോ, ആട്ടോ ആക്സിഡൻറ്റിൽപ്പെട്ട് ഇല്ലാതായി കുടുംബം പട്ടിണിയാണെന്നറിയുമ്പോൾ പുതിയ ആട്ടോ വാങ്ങിക്കൊടുക്കാനോ, കയറിക്കിടക്കാടമില്ല എന്ന് പറയുമ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒക്കെയാണ് പൈസ ചിലവാക്കാറ്. പക്ഷേ ഈ മന്ത്രിയാവാൻ നടക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന മുതലാളിമാർ ഇതൊന്നും ചിന്തിക്കില്ല. പകരം തൻ്റെ നാട്ടിലൊരു പലവ്യഞ്ജന കടങ്ങ് തുടങ്ങും. ഞാൻ പറയും പോലെ ചെയ്യാം എന്ന് പറയുന്നവർക്ക് വെളിച്ചെണ്ണ 50 രൂപയ്ക്ക് 1 കിലോ, മുളക് 1 കിലോ 10 രൂപ, മല്ലിക്ക് 2 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പകരം ഈ മുതലാളി പറയും, എന്നെ കാണുമ്പോഴൊക്കെ സിന്ദാബാദ് വിളിക്കണം എന്ന് പറയും. ഈ വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് നാണമില്ലാത്ത കുറേ എണ്ണം മുതലാളി സിന്ദാബാ മുതലാളി സിന്ദാബാ എന്ന് വിളിക്കുകയും ചെയ്യും. അതാണ് ഒരു പാർട്ടി കേരളത്തിലെ. മുതലാളിയുടെ പാർട്ടിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ മരിച്ചുപോയ ശ്രീനിവാസനും സംവിധായകനും നടനുമായ എൻ്റെ പ്രിയപ്പെട്ട ലാലുമൊക്കെ വോട്ട് പിടിക്കാൻ ഇറങ്ങി. കോട്ടക്കണക്കിന് വോട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ വിജയകരമായി എല്ലാവരും തോറ്റു. മുതലാളിയുടെ
സ്ഥാനാർത്ഥികളെ എല്ലാം തോൽപ്പിച്ചു എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഈ എണ്ണയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വാങ്ങുന്നവർ എന്നെ തിരിച്ചടിച്ചോന്നാണ് എനിക്ക് സംശയം. തോറ്റു എല്ലാവരും. ഇത്തവണ മുതലാളി 3 സീരിയൽ നടികളെയും എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ, മാരാര് പയ്യൻ, അവനെയും കൂടെ കൂട്ടി. മാരാര് പണ്ടൊരു ചെണ്ട എന്ന് കലാഭവമണിയുടെ ഒരു പടത്തിലുണ്ട് വരി. വി.ഡി. സതീശനെ അളിയാന്ന് വിളിച്ച് മടിയിൽ കയറി ഇരുന്ന് മോഡിയെയും താമരയെയും ഒക്കെ പുലഭ്യം പറയുകയായിരുന്നു ഒരു കാലത്ത് ഈ മാരാര് പയ്യൻ. സതീശൻ അളിയൻ അത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി പോസ്റ്റർ അടിച്ചു വെച്ച വാഴക്കന്, ജോസഫ് വാഴക്കന് പോലും കൊടുക്കാൻ സീറ്റ് ഇല്ലാത്തപ്പോഴാണ് ഈ വാപോയ കോടാലിക്ക് സീറ്റ് എന്നും പറഞ്ഞ് ചെന്നത്. ആഹാ, സീറ്റില്ലേ? സീറ്റില്ല. അളിയൻ സീറ്റ് തരില്ല അല്ലേ? ഇവിടെ തരാൻ സീറ്റില്ല. എന്നാൽ ഞാൻ തെറി വിളിച്ച മുന്നണിയിൽ ചാടും. മാരാര് പയ്യൻ ചാടി. മുതലാളി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പോൾ സ്വീകരിച്ചവൻ പറഞ്ഞത് കൊട്ടാരക്കരയിൽ സ്വന്തം നാട്ടിൽ തന്നെ മത്സരിപ്പിക്കും, കിട്ടിയില്ല. ഗണേശനെതിരെ പത്തനാപുരത്ത് മത്സരിപ്പിക്കും, കിട്ടിയില്ല. ഇവിടെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കും, കിട്ടിയില്ല. അവസാനം വേറെ എവിടെയോ ഇപ്പോൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എവിടെയോ സീരിയലിൽ നിന്ന് 2 അക്കന്മാരും ഒരു ചേച്ചിയും കൂടി വന്നു. മുതലാളിക്ക് വലിയ സന്തോഷം. 4 പേരെ കിട്ടിയില്ലേ സിനിമയിൽ നിന്ന്. 3 അല്ല 30 വന്നാലും സീറ്റും കാശും റെഡി, അങ്ങോട്ട് ചെന്നാൽ മതി. ചാനലിലൊക്കെ പടവും വാർത്തയും കിന്നാര വർത്തമാനവും എല്ലാം വന്നു. നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ ആരോ വിവരങ്ങൾ ചോദിച്ചപ്പോൾ 2 അക്കന്മാർക്കും വോട്ടേയില്ല. വോട്ടില്ലെങ്കിൽ എന്താ, ഞങ്ങൾ മത്സരിക്കാം എന്നവർ ഉറപ്പിച്ചു. പക്ഷേ തള്ളുകാരികളെ തള്ളും എന്നതിനാൽ നിൽക്കണ്ടെന്ന് മുതലാളി മൊഴിഞ്ഞു. ബൊക്കയൊക്കെ കൊടുത്ത് മുതലാളി സ്വീകരിച്ചോണം കാണാൻ. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഇല്ല എന്നുണ്ടെങ്കിൽ മുതലാളി പതുക്കെ വലിഞ്ഞു. ഒരു നിയമസഭാ സാമാജിക ആരാകണം? അവർക്ക് നിയമസഭയിൽ എന്തൊക്കെയാണ് ജോലികൾ? ആളുകളെ പറ്റിച്ച് കാശടിച്ചവരും ക്രിമിനൽ കേസ് പ്രതികളും ആരെയും എന്തും സഭ്യമില്ലാതെ പദപ്രയോഗം നടത്തുന്നവരും ഒക്കെ ആണോ നിയമസഭയിൽ എത്തുന്നത് എന്ന് അങ്ങനെയൊന്നും ഈ മുതലാളി ചിന്തിച്ചതേയില്ല. ആര് ഏത് കൂതറകൾ വന്നാലും മുതലാളി സ്വീകരിക്കും. മുതലാളി സ്വീകരിക്കുമ്പോൾ ദേശീയ പാർട്ടി അംഗീകരിക്കും. കാരണം അവരെ മുന്നണിയിൽ ഇപ്പോൾ ഉള്ള പുതിയ മുതലാളിയാണ്. എന്തായാലും എല്ലാം പൊളിഞ്ഞു. അടുത്ത കഥ ഇതിനേക്കാൾ രസമാണ്. രാജീവ് കൊടപ്പനക്കുന്ന് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് തിരുവനന്തപുരത്ത്. ഒരു വിചിത്ര കഥാപാത്രമാണെന്ന് പറയും. പാവത്താണ്, എന്നെ വളരെ അടുപ്പക്കാരല്ല. ശ്യാമപ്രസാദിൻ്റെയൊക്കെ സിനിമകളുടെ സ്ഥിരം കൺട്രോളറാണ്. മലയാളം പോലും നേരെ ചൊവ്വേ പറയാൻ അറിയില്ല രാജീവിന്. പക്ഷേ വിദേശത്ത് സിനിമ എടുക്കുമ്പോഴൊക്കെ ശ്യാമപ്രസാദ് കൂടെ കൊണ്ടുപോകും. വിദേശത്ത് ഏത് ഭാഷ അവിടെ പോയി ഈ രാജീവ് കൊടപ്പനക്കുന്ന് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് ശ്യാമപ്രസാദ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കൺട്രോളറെ പിടിവിടാത്തതും അങ്ങ് കൊണ്ടുപോകണം, വിദേശത്തൊക്കെ കൊണ്ടുപോകണത് എന്തിനെന്ന്. സകലകലാ വല്ലഭനാണ് രാജീവ് കൊടപ്പനക്കുന്ന്. പാട്ടെഴുതും, പാട്ട് പാടും, പാട്ടിൻ്റെ CD ഇറക്കും, പല പല പരിപാടികളുണ്ട് രാജീവിന്. എവിടെയോ 2 പിരിക്ക് തേയ്മാനം ഉണ്ടോ എന്ന് പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നും. കാരണം മൊട്ടത്തലയും ശ്രീകണ്ഠേശ്വരത്തെ പാളയങ്കടം കുറിയും ചാടിച്ചാടി വരുന്നതൊക്കെ കാണുമ്പോൾ ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എവിടെയോ 2 പിരിക്ക് കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ വാസ്തവത്തിൽ അയാളൊരു പാവം മനുഷ്യനാണ്, പരോപകാരിയാണ്. 10-30 വർഷം MG ശ്രീകുമാറിൻ്റെ എർത്തായിരുന്നു. എന്തിനും ഏതിനും ശ്രീകുമാറിന് ഒരു കാലത്ത് രാജീവ് കൊടപ്പനക്കുന്ന് വേണമായിരുന്നു. ഇപ്പോൾ ഇരുവരും ബദ്ധ ശത്രുക്കളായി. രാജീവിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാനുള്ളതിനാൽ രസകരമായ കഥകൾ ഞാനിവിടെ പറയുന്നില്ല. ചിരിച്ചു മണ്ണ് പോകുന്ന കഥകളുണ്ട് രാജീവിൻ്റെ. അടുത്തയിടെ രാജീവിനെ ഞാൻ ന്യൂ TV വെച്ച് കണ്ട പാടെ എന്നോട് അയാൾ ഒരു സങ്കടക്കെട്ട് അഴിച്ചിട്ടു. MG ശ്രീകുമാറിനെ കുറിച്ച് പറയാനും പറയാൻ പാടില്ലാത്തതുമായ രഹസ്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് രാജീവാണ് എന്ന കണ്ടുപിടുത്തത്തിൽ. MG ശ്രീകുമാറിൻ്റെ ഏതോ ഒരു എർത്ത് രാജീവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്രേ. അതിന് ഞാനെന്ത് വേണമെന്ന്
തിരിച്ച് ഞാൻ ചോദിച്ചു, അത് ഞാൻ തോന്നണം എന്ന് ചോദിച്ചു രാജീവിനോട്. നീ ഒരു കാര്യം ചെയ്യ്, നിന്നെ ശ്രീകുമാറിൻ്റെ എർത്തല്ലേ വരട്ടിയത്, നീ നേരിട്ട് ശ്രീകുമാറിനെ വിളിച്ച് വരട്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതിനുള്ള ആംബിയറൊന്നും പാവം അവനില്ല. കഴിഞ്ഞ ക്രിസ്മസിന് തിരുവനന്തപുരത്തെ LMSൽ ഒരു ഗാനമേള നടത്താനായി 5 ലക്ഷം രൂപ MG ശ്രീകുമാർ പറഞ്ഞുറപ്പിച്ചു. 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. പ്രോഗ്രാമിന് വന്നപ്പോൾ ആൾക്കൂട്ടമൊക്കെ കണ്ടവൻ പറഞ്ഞു, എനിക്ക് 5 ലക്ഷം പോരാ, 6 ലക്ഷം വേണം എന്ന് ശടിച്ചു. സംഘാടകർ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പരിപാടി നടത്താതെ ശ്രീകുമാർ പോയി. സംഘാടകരിലുള്ള ഒരു പള്ളിയിലച്ഛൻ എന്നെ വിളിച്ച് സങ്കടത്തോടെ കാര്യം പറഞ്ഞു. ഞാനത് നമ്മുടെ വാരഫലത്തിൽ പറഞ്ഞു. ആ സംഘാടകരിൽ ഒരു സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറും ഒരു യുവ സംവിധായകനും ഉണ്ടായിരുന്നു. 2 പേരും എന്നെ വിളിച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നാലെയാണ് ഈ പള്ളിയിൽ അച്ഛനും വിളിച്ചത്. ഇക്കാര്യം എനിക്ക് പറയാൻ രാജീവ് കുടപ്പനക്കുന്ന് എന്തിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, നീ ശ്രീകുമാറിൻ്റെ ഭാര്യ ലേഖയെ വിളിച്ച് പരാതി പറയടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാജീവ് പറയുന്നത്, പൊന്നണ്ണാ, ചേച്ചിയുടെ കൈവശം 2 തോക്കുണ്ട്, 2 റിവോൾവറുണ്ട് ചേച്ചിക്ക്. ഒന്ന് എന്നെ കാച്ചാനും ഒന്ന് ശ്രീകുമാരൻ ചേട്ടനെ കാച്ചാനുമാണ് എന്നാണ് അവർ പറയുന്നത്. അവർ വല്ലതും പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അണ്ണാ. അതുകൊണ്ട് ഞാൻ അവരുടെ പോയി ലേഖ ചേച്ചിയുടെ ഞാൻ പരാതി പറയില്ല എന്നാണ് രാജീവ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് അയാൾ എത്ര പാവമെന്ന് മനസ്സിലാവും. ഇതുപോലുള്ള പാവങ്ങളെ വല്ലവരെയും കൊണ്ട് പേടിപ്പിക്കുന്നത് മഹാപാപമാണ് ശ്രീകുമാറെ എന്നാണ് എനിക്ക് MG ശ്രീകുമാറിനോട് പറയാനുള്ളത്. ഇവിടെ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഇനിയിപ്പോൾ രാജീവ് പറഞ്ഞതെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. യേശുദാസ് എന്ന വടവൃക്ഷവും ജയചന്ദ്രൻ എന്ന പാവഗായകനും എതിരാളികളില്ലാതെ നിൽക്കുന്നിടത്തേക്കാണ് MG ശ്രീകുമാർ എന്ന ഗായകൻ ഇടം നേടുന്നത്. ഒന്ന് അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന് യേശുദാസിൻ്റെ കയ്യിലിരിക്കും, മോഹൻലാൽ എന്ന താരത്തിൻ്റെ താരോദയം, പിന്നെ ശ്രീകുമാറിൻ്റെ ഭാഗ്യം, അയാളുടെ കഠിന പ്രയത്നം, വെട്ടി കയറാനുള്ള കഴിവ്, പിന്നെ പ്രിയദർശനെ പോലെയുള്ള ഹിറ്റ് മേക്കർമാരുടെ ഉദയം. ഇവരുടെ പ്രിയദർശനും മോഹൻലാലും ഒക്കെ അടുപ്പക്കാരനായത് തന്നെയാണ് ശ്രീകുമാറിൻ്റെ വളർച്ചയ്ക്ക് കാരണം. ഇതൊന്നുമല്ല എന്ന് ശ്രീകുമാറല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും മലയാളി വിശ്വസിക്കില്ല. ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മിക്കുന്ന, പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പാട്ട് റെക്കോർഡിങ്ങിനായി വന്ന യേശുദാസ് ആവശ്യമില്ലാത്തവരൊക്കെ കൺസോളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആജ്ഞാപിച്ചു. സംവിധായകനായതിനാൽ പ്രിയൻ അവിടെ നിന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് പ്രിയനെ ഇറക്കി വിട്ടത് ശ്രീകുമാറിൻ്റെ ഭാഗ്യക്കുറി അടിച്ചതുപോലെ. മോഹൻലാലിൻ്റെ ശബ്ദവുമായി സാമ്യം തോന്നിക്കുന്ന തരത്തിൽ ശ്രീകുമാർ പാടിയിരുന്നതിനാൽ ലാലിൻ്റെ സിനിമാക്കാരൻ ആകുന്നതിന് മുമ്പുള്ള സൗഹൃദം കൂടി ഉള്ളതുകൊണ്ട് ലാൽ ചിത്രങ്ങളെല്ലാം കിട്ടി ശ്രീകുമാറിന്. ഇപ്പോൾ കിരീടത്തിൽ ജോൺസൺ സംഗീതം നൽകിയ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള ആ പാട്ട് ഗാനഗന്ധർവൻ പാടിയിരുന്നെങ്കിൽ എവിടെ പോയി നിന്നേനെ ശ്രീകുമാറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ CB മലയിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായാലും നടക്കില്ല. കാരണം മോഹൻലാൽ അടക്കമുള്ളവർ, അല്ലെങ്കിൽ നിർമ്മാതാവ് കിരീട ഉണ്ണിയും നിർമ്മാതാവ് ദിനേശ് പണിക്കരും ഒക്കെ ശ്രീകുമാറിൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ആ പാട്ട് ശ്രീകുമാറിന് തന്നെ കിട്ടി. പിന്നെ നമ്മളെ വേറൊരു പാട്ടുകാരുണ്ടല്ലോ, ജി വേണുഗോപാലിനെ പോലെ ഉരുട്ടി തന്നാൽ തിന്നാം എന്ന ചിന്താഗതിക്കാരനായിരുന്നില്ല ശ്രീകുമാർ. അത്രയും അലസനാണല്ലോ വേണു. അയാൾക്ക് ഉരുട്ടി നമ്മൾ വായിൽ വെച്ച് കൊടുക്കണം, എങ്കിലേ തിന്നു, അല്ലാതെ സ്വന്തമായിട്ട് കയ്യിലെടുത്ത് തിന്നില്ല. മോഷ്ടിച്ച ഏതെങ്കിലും ഒരു DD കണ്ട് തിരക്കഥ എഴുതാനായി പ്രിയദർശൻ പേപ്പർ വാങ്ങാൻ പോകുമ്പോഴേ കൂടെ നടന്നാൽ അവസരങ്ങൾ മറ്റൊരാൾക്ക് പോകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ് ശ്രീകുമാർ. വേണുവിനെ പോലെയുള്ളവരെ വെട്ടിക്കയറാനുള്ള മിടുക്ക് ശ്രീകുമാറിനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് MG ശ്രീകുമാറിൻ്റെ വലിയ രഹസ്യം, വിജയരഹസ്യം. അതിന് ശ്രീകുമാർ പറയുന്നത്, CB മലയിലിൻ്റെ ഭരതത്തിലും ബറോസിലും മോഹൻലാൽ എന്നെക്കൊണ്ട് പാടിച്ചില്ല, അതുകൊണ്ട് മോഹൻലാലിൻ്റെ സഹായത്താലല്ല ഞാൻ ഗായകനായതെന്നും അങ്ങനെ പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കരുതേ ശ്രീകുമാറെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇത് കുടപ്പനക്കുന്ന് രാജീവ് പറഞ്ഞതെന്നാണെന്ന് പറഞ്ഞ് പാവം അവനെ പിടിച്ച് വരട്ടരുത്.
ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സെലിബ്രിറ്റികൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിനുള്ളിലും ബെഡ്റൂമിലുമൊക്കെ പറഞ്ഞു തീർക്കേണ്ട സംഗതികൾ ചാനലുകളിലും യൂട്യൂബേഴ്സിനോടും ഒക്കെ പറഞ്ഞ് നാറ്റുന്ന ലെവലാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഏഷ്യാനെറ്റിൽ ഒരു ബിഗ് ബോസ് എന്ന കൂതറ പരിപാടി വരികയും അതിൽ അഡ്മിഷൻ കിട്ടിയവരും വിജയിച്ചവരും തോറ്റ് തുന്നം പാടിയവരും ഒക്കെ ഇത്തരം വിഴുപ്പലക്കലിൽ ഒന്നാം നിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു നാണവും മാനവുമില്ലാതെ ബെഡ്റൂം കഥകൾ പോലും വച്ച് കാച്ചുമെന്ന് മാത്രമല്ല, ആരുടെ കൂടെ കിടന്നു എന്ന് പറയാനോ അവൻ്റെ ഗുണവതേരം പറയാനോ ഒട്ടും മടിയില്ലാതായിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു താടിക്കാരൻ വിളിച്ചിട്ട് എൻ്റെ ഭാര്യയെപ്പറ്റി നിങ്ങൾ എന്തിനാ മോശം വർത്തമാനം പറഞ്ഞതെന്ന് ഒരു മടിയുമില്ലാതെ എന്നോട് തിരക്കി. ഞാൻ അയാളുടെ തരിയുടെ കഥകളിൽ ചിലത് അങ്ങോട്ട് പറഞ്ഞു. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പുണ്യാത്മാവേ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയാവുന്ന കുറേ തരിയുടെ കഥകളുണ്ട് ഈ താടിക്കാരൻ്റെ. പക്ഷേ ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സാമ്പിൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട്, വിദേശത്തൊക്കെ അയാൾ കാണിച്ച ചില നമ്പറുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇതൊന്നും ഞാൻ അതിൽ പറഞ്ഞില്ലല്ലോ. താടിക്കാരാ, താങ്കളും രണ്ടാമതോ മൂന്നാമതോ കെട്ടിയവളുമായുള്ള കഥകൾ എന്തിനാ പരസ്യമാക്കുന്നത്? അതുകൊണ്ടല്ലേ എനിക്ക് പറയേണ്ടി വന്നത് എന്ന് ഞാൻ ചോദിച്ചു. അയാളുടെ നവവധുവിനെ ഞാൻ എന്തിനാ തൈക്കിളവി എന്ന് വിളിച്ചതെന്നാണ് കക്ഷിക്ക് അറിയേണ്ട ആദ്യത്തെ പരാതി. ഞാൻ അവരെ തൈക്കിളവി എന്ന് വിളിച്ചളഞ്ഞു. 50 അടുത്ത പ്രായം, തലപ്പൊക്കമോച്ച 2 പിള്ളേരുടെ തള്ള, പിന്നെ തൈക്കിളവി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടതെന്ന് തിരിച്ച് ചോദിച്ചിട്ടും ആ താടിക്കാരൻ പെണ്ടാട്ടി യൂട്യൂബിൽ കളിച്ച നാടകത്തെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊരു തൊലിക്കെട്ടിയെന്ന് ആലോചിച്ച് നോക്കൂ. ഞാനപ്പോൾ ഫോൺ കട്ടാക്കി. അപ്പോൾ അയാൾ വോയിസ് മെസ്സേജുകൾ അയച്ച് തള്ളുന്നു. ഒരെണ്ണം പോലും ഞാൻ ഓപ്പൺ ചെയ്ത് കേട്ടില്ല. കാരണം അയാൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. 15-16 വയസ്സുള്ള പിള്ളേർ കളിച്ചാൽ അതൊരു രസത്തിനാണെന്ന് വയ്ക്കാം. പലരെയും കെട്ടി പാതി വഴിയിലിട്ട് പോന്ന ഒരു തൈക്കിളവനും തൈക്കിളവിയും കൂടി കാണിക്കുന്ന കോമാളിത്തരങ്ങളെ വിമർശിക്കരുത് എന്നാണ് ഈ ഭവാൻ എന്നോട് പറഞ്ഞത്. വല്ലാതെ ദുഷിക്കുന്നു നമ്മുടെ നവമാധ്യമങ്ങൾ. ആളുകളെ കള്ളക്കഥകളുണ്ടാക്കി പറ്റിച്ച് കാശടിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, പാട്ടിൽ അത്ഭുതമൊന്നും കാണിക്കാതെ വാർത്തകളിൽ ഇടം നേടിയ 2 സുന്ദരികളായ പെൺകുട്ടികൾ. കൊഴുപ്പിൻ്റെ അസുഖം കൊണ്ട് അവതാരകനായി വന്ന തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഒരു നടൻ, ഒരു പമ്പര വിഡ്ഢി എന്ന് പറയാം, ഇതിലൊരുത്തി മൂത്തോളിൽ ആകർഷയായി. അവനാണെങ്കിൽ പൊങ്ങച്ചയെ പറയും, എൻ്റെ അപ്പാക്ക് 100 കോടിയുണ്ട്, അതിൽ 800 കോടി എനക്ക് എന്നൊക്കെ നാഴിക്ക് 40 വട്ടം പറയുന്നവനാണ് ഈ നടൻ. അവൻ്റെ പണം മോഹിച്ച് ഈ പൊങ്കച്ച് കയറിങ്ങി കെട്ടി ഒരു മോളയും ഉണ്ടാക്കി. ഇതൊക്കെ കാണുന്ന അനിയത്തി ചുമ്മാതിരിക്കുമോ? കെട്ടിയവനും ചേച്ചിയും അനിയത്തിയും കെട്ടിമറിഞ്ഞ് വീഡിയോകളുണ്ടാക്കി പരസ്യമാക്കി. കുറേ മറിയലുകൾ കഴിഞ്ഞപ്പോൾ ആ വേദനിക്കുന്ന കോടീശ്വരൻ അണ്ണാച്ചി വേറെ പോയി. അപ്പോൾ അതാ വരുന്നു മണ്ടവന്മാർ കഷ്ടപ്പെട്ട് ജന്മം കൊടുക്കുന്ന പാട്ടിൻ്റെ ട്യൂണുകളൊക്കെ ഭജനപ്പാട്ടുകൾ പോലും കോപ്പി അടിക്കുന്ന ഒരുത്തൻ. ഈ കോപ്പി അടിച്ച് ഭയങ്കര തിരക്കായപ്പോൾ ഇവൻ പറയുന്ന കാശാണ് കൊടുക്കുന്നത്. ഒരു പടത്തിന് 25 ലക്ഷവും 30 ലക്ഷമൊക്കെയാണ് വാങ്ങിക്കണേ. കൈവശം ഇഷ്ടം പോലെ പണം എന്ന് കണ്ടപ്പോൾ കൊച്ചിൻ്റെ തള്ള അങ്ങോട്ട് ചാടി, നടനെ അങ്ങ് തള്ളി. പിന്നെ ഒരു വർഷമോ 1.5 വർഷമോ ഈ കോപ്പിയടി വീരനും അനുജത്തിയും ചേട്ടത്തിയും ഒക്കെ കെട്ടിമറിയിൽ വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു. കുട്ടി മോളെ കാഴ്ചക്കാരിയാക്കി ഇരുത്തിയിട്ട് ഫ്രെയിമിൽ ഇവരൊക്കെ കാണിച്ച കസർത്തുകൾ കാണണമായിരുന്നു. കോപ്പി അടിക്കുന്ന സുന്ദരനായനാൽ മറ്റൊരുത്തി തലസ്ഥാനത്ത് നിന്നും ചാടി വീണ് അവനെയും കൊണ്ടങ്ങ് പോയി. അടുത്ത കക്ഷി അനിയത്തിയും ചേട്ടത്തിയും കൂടി ചോദിച്ച പണം കോപ്പി അടിക്കുന്ന സുന്ദരൻ കൊടുത്തു, കെട്ടും പറ്റും അങ്ങ് തീർത്തു. അങ്ങനെ ഒരു മാന്യത ഉണ്ടായേക്ക്. ചുമ്മാ എവിടെയൊന്നുമില്ല, വെറുതെ എവിടെയൊന്നുമില്ല, കെട്ടും പറ്റും തീർത്തേ വിടൂ, എത്ര പെണ്ണുങ്ങളായാലും. പപ്പനാവൻ്റെ മണ്ണിൽ നിന്ന് ചാടിയുള്ളമായി കെട്ടിമറിയുന്നു, വീഡിയോ എടുക്കുന്നു, പരസ്യമാക്കുന്നു. അപ്പോൾ അടുത്ത ഒരെണ്ണം റെഡിയായിട്ട് നിൽക്കുകയാണ് കോപ്പി
സുന്ദരനെ കാപ്പിയടിക്കാൻ പറ്റി. ഒരു ചാക്ക് നോട്ട് കൊടുത്ത് കെട്ടും പറ്റും തീർത്ത് തിരുവനന്തപുരത്തുകാരിയെ ഈ കോപ്പി സുന്ദരൻ പറഞ്ഞു വിട്ടു. പണം കിട്ടിയതിനാൽ അവൾക്കും പരാതിയൊന്നുമില്ല. ഒരു കെട്ട് നോട്ട് കിട്ടി, ഒരു ചാക്ക് നോട്ട് കിട്ടിയല്ലോ, അതും കൊണ്ട് അവളും പോയി. അപ്പോൾ ഇവൻ മൂന്നാമത്തേലേക്ക് ചാടി. ഇവനൊക്കെ എയ്ഡ്സ് വരുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ തീരണം കാര്യങ്ങൾ. ഇപ്പോൾ ഈ എന്താ പറയുക, ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത സാധനം പറയുന്നത് 19 കെട്ടി, 19 അരയിൽ വേർപിരിയൽ. എനിക്കിപ്പോൾ വിവാഹത്തോട് താല്പര്യമില്ല. നേരത്തെ പിള്ളയുണ്ടാക്കിയതിനാൽ മോളിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. വിവാഹം കഴിക്കാൻ ബോംബെ, കൽക്കട്ട, ഊട്ടി തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ നിന്നും ആണുങ്ങൾ ക്യൂ നിൽക്കുന്നു. ഇവനൊക്കെ വേറെ പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കണ ഒരു കൂതറെ കണ്ടില്ലേ, കെട്ടാൻ ക്യൂ നിൽക്കുകയാണെന്ന് ആളുകൾ. ഇത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ വേണ്ടത് എന്ന് ഫ്രണ്ടായ മകളോട് ചോദിച്ചപ്പോൾ മമ്മി പോയി ഒന്ന് ട്രൈ ചെയ്തിട്ട് തിരിച്ചു വാ എന്നാണ് മോള് പറഞ്ഞു. നല്ല മോളല്ലേ, അമ്മ പോയി കെട്ടേന്നും വേണ്ട, അമ്മ പോയി ട്രൈ ചെയ്യ്. എന്ത് ട്രൈ ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാവില്ല. വിവാഹം കഴിക്കേണ്ട, പങ്കാളിത്തം വേണം. ആദ്യത്തേത് ട്രോമ ആയതിനാൽ രണ്ടാമത്തേതോ ട്രോളി ആയിരുന്നു എന്ന് പറയാം. കല്യാണം എന്ന ഐഡിയ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ജോത്സ്യൻ പറഞ്ഞതിനാലാണ് 19-ാം വയസ്സിൽ തല നീട്ടിക്കൊടുത്തത്, അല്ലാതെ മറ്റവൻ്റെ 800 കോടി കണ്ടിട്ടല്ല. സ്റ്റാർ സിംഗറിൽ വന്നതിനാലാണ് ആരെങ്കിലും ചെറുതായി സ്നേഹം കാണിച്ചാൽ ഞാനതിൽ വീഴുന്നത്. സ്റ്റാർ സിംഗറിൽ പോയാൽ അങ്ങനെ വീഴുമോ? എങ്കിൽ അതിൽ പാടിയ എല്ലാം എത്രയോ മാന്യരായ അന്തസ്സുള്ള പെമ്പിള്ളേർ അതിലുണ്ടായിരുന്നു ഇല്ലേ? ഈ കക്ഷി പറയുന്നത് സ്റ്റാർ സിംഗറിൽ പോയോണ്ടാണെന്ന്. ചെറിയ പ്രേം ആരെങ്കിലും ഇങ്ങനെ കണ്ണടിച്ച് കാണിച്ചാൽ അപ്പം ചാടി വീഴുമെന്ന്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ലവ് ബോംബിങ് എൻ്റെ പ്രണയത്തിൽ വലിയ ഫാക്ടറായിരുന്നു. എന്തിനു പറയുന്നു, എന്തൊക്കെയോ ഈ പെണ്ണുപിള്ള വച്ച് താങ്ങുന്നു. തൊലിവെളുപ്പുണ്ട്. പക്ഷേ ഇനി കെട്ട് വേണ്ടാന്നേ, മോള് പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ പരിപാടി മതി എന്നാണ് എനിക്കും പറയാനുള്ളത്. ട്രൈ ചെയ്യുക, ബൈ പറയുക. ചേച്ചിയുടെ ട്രോമ കണ്ട് അനുജത്തിയും വിവാഹം വേണ്ടാന്ന് വെച്ചത്രേ. കേരളത്തിന് ഇനി പെണ്ണുങ്ങളെ കിട്ടാതെ പോകും കേട്ടോ. അനിയത്തിയും വേണ്ടാന്ന് വെച്ചെന്ന് ചേച്ചിയുടെ ട്രോമ കണ്ടിട്ട്. പണ്ടൊരാൾ പറഞ്ഞതാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പുരുഷന്മാർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുത്തശ്ശി, എൻ്റെ അമ്മ, ഞാൻ, ഇനിയിപ്പോൾ എൻ്റെ വളർന്നു വരുന്ന മോള് ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ അന്തസ്സുള്ള ഫാമിലിയാണ്. പുരുഷന്മാരെ കീഴിൽ കാൽ കീഴിൽ കിടന്ന് വളരാനൊന്നും ഞങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിവാഹം വേണ്ടെന്ന് വെച്ചു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ മുത്തശ്ശി, എൻ്റെ അമ്മ, ഞാൻ, എൻ്റെ വളർന്നു വരുന്ന മോള്, എല്ലാവരും ഞങ്ങൾ അവിവാഹിതരാണ് എന്ന് പറഞ്ഞതുപോലെ എന്താ പറയുക, മാരേജിനെതിരായ മോള് പറയുന്ന ട്രോമ അല്ലെങ്കിൽ എന്താ കുന്തോ എന്തൊക്കെ ചെയ്യൂ, ട്രൈ ചെയ്തിട്ട് വരൂ. പക്ഷേ അതൊക്കെ ഈ യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖമായി കൊടുക്കണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ ആരാ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും തരുന്നൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെയൊക്കെ ചാടി എന്തും ആരെക്കുറിച്ചുമൊക്കെ പറയുന്നത്. അതിന് ലക്ഷങ്ങളും കോടികളും തരാൻ ഈ കോപ്പി അടിക്കുന്ന സുന്ദരന്മാരും ഉള്ളതുകൊണ്ട് വയറ്റിപ്പഴപ്പ് നടക്കും. നമ്മൾ ആലോചിക്കും, നമ്മളെ സിനിമാ രംഗത്ത് പാട്ടുകാരെന്നൊക്കെ പറഞ്ഞാലേ ജാനകിയമ്മയായാലും മാധുരിയമ്മയായാലും സുശീലാമ്മയായാലും ചിത്രയായാലും സുജാതയായാലും അവർക്കൊക്കെ കുടുംബമായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ വരുന്ന സ്റ്റാർ സിംഗർ മോഡലുകൾക്ക് ട്രോമ, ട്രൈ ഒക്കെ ഉള്ളൂ. കൂടുതൽ പറയുന്നില്ല. വാരഫലം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.